പ്രകാശേട്ടാ ഉം, ഉറങ്ങിയോ? ഉം, ഉം, അതെ, അരവിന്ദേട്ടൻ വന്നിരുന്നു വാടക വാങ്ങാൻ. ഉം. 2 മാസമായി കൊടുത്തില്ലല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച പണിയുണ്ടല്ലോ. കടയിലും കുറെ പൈസയായില്ലേ. കൊടുക്കാ സന്ധ്യേ. ഉം. പ്രകാശേട്ടാ, ഉം, മാളൂട്ടിയുടെ പിറന്നാളല്ലേ വരുന്നേ? ഉം. നമ്മൾ ഇതുവരെ അവക്കൊരു തരി പൊന്നു പോലും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. എൻ്റെ വലിയൊരാഗ്രഹം അവക്കൊരു കുഞ്ഞി കമ്മല്. പണിയൊന്ന് കഴിഞ്ഞ് വരട്ടെ സന്ധ്യ, നമുക്ക് ശരിയാക്കാം. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. മാളു, മാളൂട്ടി, മാളു, മാളു, എടി മാളു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വിളിച്ചാ വിളിയേക്കണെന്ന്. ഇങ്ങ വന്നേ, വാ, ഇവിടെ വാടി. എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്? വന്നീ പാല് കുടിച്ചേ. ഇത് കുടിച്ചേ. എനിക്ക് പാല് വേണ്ടമ്മ. പാല് വേണ്ടേ നിനക്ക്? നീ എന്തായി മുടി കാണിച്ചു വെച്ചിരിക്കുന്നേ? ആകെ ജടയും പിടിപ്പിച്ച്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മുടി കെട്ടിവെക്കേ. അമ്മ, അച്ഛ പോയിട്ട് കൊറേ ദിവസമായല്ലോ. അച്ഛ എന്താ വരാത്തെ? അച്ഛ പണിക്ക് പോയതല്ലേടാ. അച്ഛ ഇന്ന് വരുമല്ലോ. നാളെ മാളൂട്ടിയുടെ പിറന്നാളല്ലേ? നാളെ എന്റെ പിറന്നാളാണോ? ആ അമ്മ, അന്ന് നമ്മള് വിഷമാവിന്റെ വീട്ടിൽ പോയില്ലേ? അന്ന് അമ്മ ചേച്ചിക്ക് മിന്നണ ഒരു ഉടുപ്പ് വാങ്ങിക്കെടുത്തില്ലേ? അത് കൂട്ടൊരെണ്ണം എനിക്ക് വാങ്ങിത്തരുമോ? പിന്നെ വാങ്ങിത്തരാലോ. അങ്ങനെയാണെങ്കിൽ ചെറിയ പാവ. അച്ഛ വരുമ്പോ നമുക്ക് പാവ കൊണ്ടുവരും, കേക്ക് കൊണ്ടുവരും, ഉടുപ്പ് കൊണ്ടുവരും. എന്ന് നല്ല മോളായി പാല് കുടിച്ചേ. പ്രകാശ, അതെ, ഒരു കൂട്ട് കോൺക്രീറ്റ് കൂടെ വേണേ. ബിജു, ഒരു കൂട്ട് കോൺക്രീറ്റും കൂടെ വേണമെന്നാ പറഞ്ഞേ. എന്റെ പൊന്നു പ്രകാശം, എങ്ങനെ മരിച്ചു കിടന്ന് പണിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മുതലാളിമാർക്ക് അങ്ങനെ പലതും പറയാം. നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? അമ്പടാ, ഊണ് കഴിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. ഒന്ന് ഊർക്കട്ടറാവേ. അതെ, അടുത്ത മാസം പാല് കാച്ചി കയറി കൂടണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ പാവത്തിന് തന്നെ ഇട്ട് പണിയിപ്പിക്കുക ചെല്ലാവോ ഒന്നങ്ങോട്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി വരുന്നവാ. ഇങ്ങോട്ട് താ. നമ്മളൊരു 5 മിനിറ്റ് വിശ്രമിച്ചാലേ ഉള്ളൂ ഇമാർക്ക് സോക്കേട്. അറിയാവോ, എനിക്കിതിനെതിരെ പ്രതികരിക്കാൻ അറിയാൻ മേലായിട്ടല്ല. ഒരു പൊടി കുത്തിയ തീരാവുന്ന കാര്യമുള്ളൂ പ്രകാശ ഇതിനൊക്കെ. പശ്ചിമ ബംഗാളിലൊക്കെ അങ്ങനെയായിരുന്നു. ബിജു ആടാ എന്നാ
ഷിബു, ജോർജേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങോട്ട്. നേരത്തെ പോണെന്ന് പറഞ്ഞത് വരണം. എടാ അത് അങ്ങനെയാടാ. ഇവന്മാരുടെ അടുത്ത് നമ്മളൊരു 5 മിനിറ്റ് താമസിച്ചു വന്ന് നോക്കിയേ, ഇവന്മാരുടെ മോൻ കറക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്മാരോട് ഒരു 5 മിനിറ്റ് നേരത്തെ പോകണമെന്ന് പറഞ്ഞു നോക്കിയേ, അവന്മാർ താമസിച്ചു വരത്തുള്ളൂ. താമസിച്ചു വരുന്ന മാത്രമല്ല, വന്നു കഴിഞ്ഞ അവന്മാർ എന്നാ പറയുമെന്നറിയാമോ? ബാങ്കിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്ന് പറയും. എന്നാ കഴിവ് ജോർജേട്ടൻ വരുന്നുണ്ടല്ലോ. ആണോ? എന്തായി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അന്നേക്ക് ബാങ്കിൽ നിന്ന് കയറി. വർക്കേരിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. പ്രകാശിന്റെ എത്ര രൂപയായിരുന്നു? 5,200. ഇതിന്റെ 1,800 ആ. എന്നാ ശരി. ആ, ശരി. കൊടുത്തിട്ടായിരുന്നു പോലെ. എന്നാ പരിപാടി? വീട്ടിൽ പോണ്ടേ? ശനിയാഴ്ചയില്ലേ? ശനിയാഴ്ച ആ ഒരു ചെറുതം മേടിച്ച് അടിക്കണ്ടേ സന്തോഷേ? ഞാനില്ലടാ, ഞാൻ വീട്ടിൽ പോയിക്കോ. അതെന്നാ പരിപാടിയാടാ? ഞാനില്ലടാ. സന്തോഷേ, പണി കഴിഞ്ഞോടാ? ആ എന്നാ ശരിടാ, പിന്നെ കാണാം. ഇവനായിരുന്നെങ്കിൽ കടുപ്പട്ടെ നിന്നാൻ. ഇവൻ എന്നത്തെ നിൽക്കുമോ എൻ്റെ ദൈവമേ. സന്തോഷേ ചെറുതെടുത്താലോടെ. ചായ. ആ ഗോവിച്ചേട്ടാ, ആ ഒരു ചായ എടുത്തോ. ആ എന്നാണ്ട്? ആ ഒന്നുമില്ല. പിന്നെ ഗോവിച്ചേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ പുല്ലാപ്പാറയിലെ സന്തോഷിന്റെ മോനല്ലേ ആരാണ്ട് റോഡ് ഇറങ്ങിപ്പോയിന്ന്. എന്റെ പൊന്നു ബിജു, നീ ചുമ്മാ വിളിക്കാതെ പറഞ്ഞു. അല്ലെന്നേ, ആദ്യം കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. പിന്നെ അന്വേഷിച്ചപ്പോ സംഗതി സത്യാന്ന്. ആ കൊച്ചു കോളേജിലെ കണ്ടു പഠിക്കുമല്ലായിരുന്നോ? ആ കോളേജിലേക്കെന്ന് പറഞ്ഞാ പോണേ. ഇപ്പൊ കണ്ടില്ലേ? ശേ, ആ സന്തോഷേട്ടനാണ് ഒരു പോളിസി എടുക്കാൻ പറഞ്ഞത് വരും. അത് കുഴപ്പമില്ല, അവർ പറഞ്ഞ് സെറ്റിൽ ആവട്ടെ. നമുക്ക് മരുമാനെ കൊണ്ടൊരു പോളിസി എടുക്കും. എങ്ങനെ നോക്കട്ടോ? ഇന്നത്തെ പെൺപിള്ളേരെ അത് മാത്രം നന്നായിട്ട് ജീവിച്ച കാര്യമില്ല. അത് വേറിയത്. പിന്നെ ഫ്രാൻസേട്ടാ, നമ്മുടെ രാജേട്ടന്റെ മോനില്ലേ? ഗോപിച്ചേട്ടാ, ഞാനെന്നാ പോയേക്കോ വന്നേ. പോവണം. എന്റെ പൊന്നു ബിജു, നീ ഈ ചായ കുടിച്ചിട്ടൊന്ന് എണീറ്റ് പൊക്കി. എന്നെ കൊണ്ട് വെറുതെ അല്ലേ ആകാശവാണി ബിജു എന്ന് വിളിക്കുന്നത്. എന്നാ മോളെ ചായ അല്ലേ? കുടിച്ചോ. ആ പ്രകാശ, ആ, ഗോപിച്ചേട്ടാ. എവിടെയായിരുന്നെടാ? കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്. ഒരാഴ്ചത്തെ പണിയുണ്ടായിരുന്നു കോച്ചേട്ടാ. എന്നാ പാടാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ഓ വേണ്ട, ടൗൺ വരെ ഒന്ന് പോകാം. അതിനടാ 3-4 ദിവസമായാലേ വീട്ടിൽ നിന്ന് പോന്നിട്ട്. വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കണം. പിന്നെ നാളെ മോളുടെ പിറന്നാളാ. ആണോ? അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. എന്നാ ശരി, പോയിട്ടു. ആ ശരി. ചോദിച്ചേട്ടാ, അതെ കൃഷി. എന്റെ പൊന്നനീഷ, അതൊരു സാധു. നിന്റെ പോളിസി എടുക്കാനുള്ള ത്രാണിയൊന്നും അതിനില്ല. അതിനെ വെറുതെ വിട്ടു. ആയിക്കോട്ടെ. അപ്പം എന്നാ ചായയുടെ പൈസ? എടാ ചില്ലറിയില്ലടാ. അപ്പോൾ കൂടെ പ്രകാശം എന്നാ പറ്റിയിടാ? കാറ്റ് പോയതാന്ന് തോന്നുന്നു കോച്ചേട്ടാ. ആ എടാ, കുറച്ച് ദിവസം അല്ലേ എടുത്തിട്ട് പഞ്ചറായത്. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വണ്ടി കിട്ടും. വേണ്ട കോച്ചേട്ടാ. കുഴപ്പമില്ലടാ, ആവശ്യം നടക്കട്ടെ. കോച്ചേട്ടാ, ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ ആ ആ എടാ, അതവിടെ ഇരുന്നോട്ടെ, ഞാൻ മാറ്റി വെച്ചു. താരാപഥമകലെ പലവർണ്ണവും ചിരിതൂകവേ താഴെ
അതിമൗനമായി ചില മാനവർ അലയുന്നുവോ പുഴയും പൂങ്കിളിയും പൂങ്കാറ്റും കളിയോതും പുലർവേള കഴിഞ്ഞാൽ പല വഴിയേ മിഴിപായുന്നു വഴിയേ മിഴിപായുന്നു താരാപഥമകലേ പല വർണ്ണവും ചിരിതൂകവേ ഋതുക്കളിനി മാറിവരും വസന്തമതു കൂട്ടുവരും കൈനിറയെ സൗഭാഗ്യത്തിൻ പൂക്കൾ നിറയും നേരം ഋതുക്കളിനി മാറിവരും വസന്തമതു കൂട്ടുവരും കൈനിറയെ സൗഭാഗ്യത്തിൻ പൂക്കൾ നിറയും നേരം മനസ്സു നിറയും മലർത്തേരിലായി ഇനിയുള്ള നാളുകൾ പറന്നുയരുവാൻ അതിമോഹമായി ഇനി നമ്മൾ മാത്രമായി ഈ പൂങ്കനവും പേരിന്നും അലയുന്ന ജന്മമോ താരാപഥമകലേ പല വർണ്ണവും ചിരിതൂകവേ താഴേ അതിമൗനമായി ചില മാനവർ അലയുന്നുവോ പുഴയും പൂങ്കിളിയും പൂങ്കാറ്റും കളിയോതും പുലർവേള കഴിഞ്ഞാൽ പല വഴിയേ മിഴിപായുന്നു വഴിയേ മിഴിപായുന്നു താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്തന്നെ കണ്ണില്ലേ? ഞാൻ ചെന്ന ചേച്ചിയല്ലേ ഇങ്ങോട്ട് ചേച്ചിയോ? ആരുടെ ചേച്ചി? വന്നിടിച്ചതും പോരെ എന്നിട്ട് ന്യായം പറയുന്നോ? ഞാനൊരു ന്യായം പറഞ്ഞല്ല ചേട്ടാ. ഞാൻ എൻ്റെ വഴി സൈഡ് വഴി വരുമായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് കാറിൽ പെട്ടെന്ന് കാറ് വെട്ടിച്ചിട്ട് സ്കൂട്ടറിൻ്റെ വന്ന് തട്ടിയിട്ട് ഞാൻ സ്കൂട്ടറോട് മറിഞ്ഞു വീഴുക. താൻ കൂടുതലൊന്നും പറയണ്ട. അതെങ്ങനെ ശരിയാവും? നിങ്ങളല്ലേ വലിയ നിങ്ങളല്ലേ നീ ആരാ? നീ കണ്ടോ? നീ കൂടുതൽ മധ്യസ്ഥം പറയാനൊന്നും വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ പോലീസിനെ വിളിച്ചോളാം. ആഹാ, എന്നാ പോലീസിൽ കൊണ്ടുപോളെ. ആ, പോലീസിനെ വിളിക്കും. അതെന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. ഓ പിന്നെ നീ ഒന്ന് പോടാ. ഇവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞിട്ട് വരാം. എടാ, എൻ്റെ അടുത്ത് വിളച്ചിലിറക്കരുത്. ഒത്തിരിയൊക്കെ അഭ്യാസം കണ്ടുള്ളവനാ ഞാൻ, കേട്ടല്ലോ. എടാ, നീ സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? സാറേ, വണ്ടി തെറ്റിയ കേസിൽ അവർ വന്നിട്ടുണ്ട്. ആ, വരാൻ പറ. മാറി നിൽക്കണം അങ്ങോട്ട്. ആ, എന്താ സംഭവം? സാറേ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമായിരുന്നു. എവിടുന്ന്? ചെറുവട്ടൂര്. ചെറുവട്ടൂർ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ആ, ഇരിക്കേ. ആ, എന്നിട്ട്? സാറേ, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമായിരുന്നു. ഞാൻ എൻ്റെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് വന്നത്. ഇയാൾ അശ്രദ്ധമായിട്ട് ഇയാളുടെ സ്കൂട്ടർ എൻ്റെ കാറിൽ വന്ന് ഇടിക്കുമായിരുന്നു. സാറേ, അങ്ങനല്ല സാറേ, സത്യം നടന്നു. നിന്നോട് ചോദിച്ചോടാ. നിന്നോട് ചോദിക്കുമ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി, കേട്ടല്ലോ. അപ്പം മാഡം കാറിൽ വരികയായിരുന്നു. അശ്രദ്ധമായിട്ട് ഇവൻ മാഡത്തിന്റെ കാറിൽ വന്നിടിച്ചു. അതെ, അങ്ങനെയല്ലടാ സാറേ? എൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല സാറേ. ഞാൻ എൻ്റെ സൈഡ് നോക്കി തന്നെയാ വന്നേ. പിന്നെ എങ്ങനെയാണ് ഇവരെ വണ്ടിയെ പോയി കയറി പോയിരിക്കുന്നത്?
ഇവര് കാറ് വെട്ടിച്ച സാറേ. ഇവരാ വന്നിടിച്ചേ. ഞാൻ ഒരു തെറ്റും ഇല്ല ചെയ്തിട്ടില്ല സാറേ, ഇയാൾ കള്ളം പറയണ്ട. ഇയാൾ തന്നെ തെറ്റ് ചെയ്ത്. എന്നിട്ട് മാഡത്തിന്റെ വണ്ടിക്ക് എന്താ സംഭവിച്ചത് അത് പറ. എന്റെ വണ്ടിക്ക് നല്ല സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും പൊട്ടിയിട്ടും ഉണ്ട്. സുഭാഷേ, ആ വണ്ടിക്ക് എന്നാ സംഭവിച്ചതെന്ന് നോക്കി. സാറേ, വണ്ടിയുടെ ഹെഡ്ലൈറ്റും ബമ്പറും ഇൻഡിക്കേറ്ററും പൊട്ടിയിട്ടുണ്ട്. പോരാത്തതിന് സ്ക്രാച്ചും ഉണ്ട്. അപ്പൊ മാഡം എന്താ ഉദ്ദേശിച്ചത്? അല്ല സാർ, എനിക്ക് എന്റെ വണ്ടി നന്നായി കിട്ടണം. അല്ലെങ്കിൽ അതിന് ചെലവാകുന്ന പൈസ ഇവൻ തരണം. അപ്പൊ എങ്ങനെയാടാ, വണ്ടി നന്നായി കൊടുക്കുന്നോ അതോ പൈസ കൊടുക്കുന്നോ? സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. സത്യ പറയുന്നേ. എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല സാറേ. ഞാൻ എന്തോരും പറഞ്ഞിട്ട് സാറൊന്നും കേൾക്കാൻ കൂടി തയ്യാറാകുന്നില്ലല്ലോ സാറേ. പാവങ്ങൾക്ക് ഇവിടെ ഏത് കിട്ടില്ലെന്നാണോ സാറേ? സാറും കൂടെ ഇതിന് കൂട്ടി നിൽക്കുവാണോ സാറേ? മോനെ, നീ എന്നെ ന്യായം പഠിപ്പിക്കാൻ തുടങ്ങുവാണോ? മാഡം, ഏകദേശം എത്ര രൂപ ചെലവ് വരും നിങ്ങളുടെ വണ്ടി ശരിയാക്കാൻ? എല്ലാം കൂടി ഒരു 10-15,000 രൂപയാവും സാറേ. എങ്ങനെയാടാ, കൊടുത്തു തീർക്കുമല്ലേ? സാർ, ഞാനൊരു കൂലിപ്പണിക്കാരനാ സാറേ. എന്റെ കയ്യിൽ അത്രയും കാശൊന്നുമില്ല സാറേ. എടാ, ഇത് കേസാക്കിയുണ്ടല്ലോ, ഈ പൈസക്കൊന്നും തീരത്തില്ല. പിന്നെ നീ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും, മനസ്സിലായോ? അതുകൊണ്ട് എന്നതാണെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. നിനക്ക് എത്ര രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും സാർ? എടാ, നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് പറ. 10,000 രൂപയുണ്ട് സാറേ. മാഡം, തൽക്കാലം ഈ പൈസയിലങ്ങ് സെറ്റിൽ ചെയ്യും. വെറുതെ ഒരു കേസും ബഹളമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അവന്റെ കയ്യിലുള്ളതങ്ങ് വാങ്ങിക്കേ, തീർന്നു പോട്ട കാര്യങ്ങള്. സാറേ, ഇതൊരു മ്യൂച്വൽ സെറ്റിൽമെന്റ് ആണേ. ഇവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കൊടുത്തിട്ട് രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് എഴുതി ഒപ്പുവിട്ടിട്ട് വിട്ടേരെ. ചെല്ലടാ. ചെല്ലേ. മാളു, നീ അവിടെ എന്നെ എടുക്കുവാ? നേരെ സന്ധ്യ ഏത് കണ്ടില്ലേ? ഇങ്ങോട്ട് കയറി വന്നേ. ഞാൻ അച്ഛനെ നോക്കിയിരിക്കുവാ. അച്ഛൻ വന്നോളും. ഞാൻ അച്ഛൻ വന്നിട്ടേ വരും. അച്ഛൻ പണി കഴിഞ്ഞ് ദൂരെ നിങ്ങ വരണ്ടേ? നീ ഇങ്ങ് കയറി വന്നേ. മേഡത്തിന്റെ പേരെന്ന് പറഞ്ഞു? ശ്രീകല വിജയൻ. വീട്ടുപേര്? പുത്തൻപുരയിൽ. സ്ഥലമെന്ന് പറഞ്ഞു? നെല്ലിക്കുഴി. മേഡത്തിന്റെ വണ്ടിയിലാണോ തട്ടിയത്? അതെ. നിന്റെ പേര് പറഞ്ഞടാ. പ്രകാശൻ. വീട്ടുപേര്? കിഴക്കേതിൽ. നിന്റെ സ്ഥലം പറഞ്ഞേ? ഇഞ്ചൂര്. ഇഞ്ചൂര് എവിടെയാടാ എന്റെ വീട്? കുരിശുപള്ളിക്കടുത്താ സാറേ. അവിടെ ഏതാ നിന്റെ വീട്? കുരിശുപള്ളി കഴിഞ്ഞ് 3ാമത്തെ വീട്. നിന്റെ സ്കൂട്ടർ അല്ലേ? ആ. എന്റെ നമ്പർ എന്ന് പറഞ്ഞു? നമ്പർ അറിയില്ല സാറേ. അറിയില്ലേ? അതെന്താ, നീ കട്ടോണ്ട് വന്ന വണ്ടിയാണോ? അല്ല, പരിചയത്തിലുള്ളൊരു ചേട്ടൻ്റെ വണ്ടി. മേഡത്തിന്റെ വണ്ടിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. KL 38H 4117. ഓക്കെ, ഇവിടെ ഒന്ന് ഒപ്പിട്ടത്. ഇവിടെ ഒപ്പിട്ടടാ. സാറേ, ഞാനൊരു കൂലിപ്പണിക്കാരനാ സാറേ. ഒരാഴ്ചത്തെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമായിരുന്നു ഞാൻ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ടൗണിലേക്ക് പോയപ്പോഴാണ് ഇത്. നാളെ എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാ സാറേ. ഒരു കുഞ്ഞോട് പോലും മേടിക്കാനുള്ള കാശ് ഇനി എൻ്റെ ഇല്ല. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് സാറേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ആ കാശാൻ കൊടുത്തു.
പ്രകാശേട്ടാ, പ്രകാശേട്ടാ, അതെ, സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? പ്രകാശേട്ടാ, മോളെപ്പോഴും ഉറങ്ങി. അച്ഛൻ എപ്പം വരുന്ന വെച്ച് കൊറേ നേരം ഇരുന്നു. എന്താ സാധനങ്ങളൊന്നും വാങ്ങാണ്ടിരുന്നേ? ഞാൻ ഈ പറയുന്ന വല്ലതും പ്രകാശേട്ടൻ കേൾക്കുന്നുണ്ടോ? അയ്യോ, നെറ്റിക്ക് എന്നെ പറ്റി? ഒന്നുമില്ലടി. എന്നെ പറ്റിയേ? എന്നെ വിഷമിക്കാതെ കാര്യം പറഞ്ഞ പ്രകാശേട്ടാ. ഒന്നുമില്ല സന്ധ്യ. എന്നെ പറ്റിയേ? കാര്യം പറ പ്രകാശേട്ടാ. ഞാൻ പണി കഴിഞ്ഞ് വരിക. കൊച്ചിനൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. കുഴപ്പമില്ല പ്രകാശേട്ടാ, സാരമില്ല. നിന്റെ പിറന്നാളിന് ചിക്കൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോടാ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, ആരോ കഥകില് മുട്ടുന്നു. ആരോ കഥകില് മുട്ടുന്നു. വേണ്ട പ്രകാശേട്ടാ. ആരാ നോക്കട്ടെ സന്ധ്യ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, വേണ്ട. ആരാ? വീട് തന്നെയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ തെറ്റിയില്ല. ആരാ മനസ്സിലായില്ല? എന്താ മോളുടെ പേര്? മാളൂട്ടി. ആയി, നല്ല പേര്. മാളൂട്ടിയുടെ പിറന്നാളല്ലേ? മാമൻ എന്താ തരിക? ഇതിരിക്കട്ടെ. ഇത് മാളൂട്ടിക്ക് മാമന്റെ വക പിറന്നാൾ സമ്മാനം. പിടിച്ചോ. മോൾക്ക് ഇഷ്ടായോ? മിടുക്കി. ആരാ നിങ്ങള്? എന്താ ഇത്? കാശ്. ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നേ? പ്രകാശ, ആര് പറഞ്ഞു പ്രകാശന് എനിക്ക് പരിചയമില്ലാന്ന്? പ്രകാശന് എന്നെ പരിചയം കാണില്ല. നിങ്ങൾ ആരാണെന്നൊന്ന് പറഞ്ഞിട്ട് പോ. ശമരിയാക്കാൻ, നല്ല ശമരിയാക്കാൻ.